Hello. Welcome to market discussion of the day. Today, April 1st, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിപ്പിക്കുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. രാത്രി 8:30 മണിക്ക് ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. സോ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. സോ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, ഇന്ന് നമ്മൾക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ റീറ്റെയിൽ സെയിൽസ് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ആഴ്ച നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുധനാഴ്ച നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു അല്ലേ. സോ റീറ്റെയിൽ സെയിൽസിനകത്ത് എന്താ പറയുക, വൈകുന്നേരം 5:45 നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. ഓക്കെ, കോർ റീറ്റെയിൽ സെയിൽസ് 6 മണിക്ക് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. സോ ബേസിക്കലി എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്, റീറ്റെയിൽ സെയിൽസിന് മുന്നേ ആയിട്ട് മിനിമം ഇന്ത്യൻ ടൈം ഒരു 4 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ ബേസിക് കാരണം എന്താ വെച്ചാൽ, ചിലപ്പം മാർക്കറ്റിൽ നിന്ന് മെനഞ്ഞാന്ന് നമ്മുടെ പവലിൻ്റെ സ്പീച്ചിൻ്റെ സമയത്ത്, പവലിൻ്റെ സ്പീച്ച് 8 മണിക്കായിരുന്നു. രാത്രി 6:30 മണിക്കുള്ള ക്യാൻഡിൽ ഒറ്റയടിക്ക് ഓൾമോസ്റ്റ് ഒരു $75 ആയിരുന്നു ഒറ്റയടിക്ക് പോയത് അല്ലേ. സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, മാർക്കറ്റിൽ എന്താ പറയുക, പവലിൻ്റെ സ്പീച്ചിൽ ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അവിടുന്ന് ഓൾറെഡി കിട്ടിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ചെയ്തു. ഓക്കെ, സോ അങ്ങനെ 4,500 നിന്ന് മാർക്കറ്റ് 4,417-15 ലെവലിലോട്ട് മാർക്കറ്റ് പോവുകയും ചെയ്തു അല്ലേ. സോ ബേസിക്കലി അതേപോലെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം, നടക്കാതിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് റീറ്റെയിൽ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണാം. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസിനകത്ത് ഇപ്പോൾ പ്രീവിയസ് വന്നിട്ടുള്ളത് -2% ആയിരുന്നു. ഇന്ന് ഫോർകാസ്റ്റ് 0.5% ആയിരുന്നു. ഓക്കെ, സോ എക്കണോമിക്സ് പ്രകാരം ഇതേ കണക്ക് നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എക്കണോമിക്സ് പ്രകാരം റീറ്റെയിൽ സെയിൽസിൻ്റെ വാല്യൂ ഫോർകാസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ ഉറപ്പായിട്ടും US ഡോളർ സ്ട്രെങ്തൻ ആവുകയും ഗോൾഡ് താഴോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ നേരെ മറിച്ച് ഫോർകാസ്റ്റിൻ്റെ വാല്യൂ ആണ് കൂടുതൽ, ആക്ച്വൽ വാല്യൂ വന്ന് കുറവാണ് എങ്കിൽ, അല്ലെങ്കിൽ -5 കുറവാണ് ആക്ച്വൽ വാല്യൂ എങ്കിൽ, ഗോൾഡ് പമ്പ് ചെയ്യുകയും US ഡോളർ വീക്കൺ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. എക്കണോമിക്സ് എപ്പോഴും അങ്ങനെ നടക്കാറില്ല. ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. മാർക്കറ്റിൽ നിന്ന് ഒരു 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തുള്ള ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ പൈസ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, സോ വൈകുന്നേരം 7:30 നമുക്ക് ISM മാനുഫാക്ചറിംഗ് PMI-യുടെ ന്യൂസ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടെ മറക്കാതിരിക്കുക. നാളെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആണ്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്ന ഒറ്റ ന്യൂസേ ഉള്ളൂ. മറ്റന്നാൾ വെള്ളിയാഴ്ച നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ആഴ്ചത്തെ ബേസിക്കായിട്ട് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ ബേസിക്കലി ഇറാൻ ഇസ്രയേൽ US വാർ, അതൊരു പോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ എന്താ പറയുക, നമ്മുടെ ഏപ്രിൽ 6 വരെയുള്ളൊരു പോസ്. പക്ഷേ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സീസ് ഫയർ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഗോൾഡിൻ്റെ ഒരു 4,700-ൻ്റെ മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതേപോലെ ഇന്നത്തെ എന്താ പറയുക, US-ഉം യൂറോപ്പും തമ്മിലുള്ളൊരു ട്രേഡ് താരിഫ് പുതിയതായിട്ടൊരു ഉടലെടുത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം വാറിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഒരു സീസ് ഫയറിലൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ട് പുതിയൊരു പ്രശ്നം പുള്ളിക്ക് ഉണ്ടാക്കണമല്ലോ. സോ അതുകൊണ്ടിട്ട് പുതിയൊരു പ്രശ്നം ഉടലെടുത്തു. അതുകൊണ്ടിട്ട് തന്നെ ആ ഉടലെടുത്തത് കാരണം 4,650-ൻ്റെ താഴോട്ടും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, സോ അത് ഇന്ന് മാർക്കറ്റ് റീറ്റെയിൽ സെയിൽസ് വരുന്നത് ആക്ച്വലി എന്താണ് വരും എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഭയങ്കരമായ വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, സോ വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഇന്നുണ്ടാവുക. ഇന്നത്തെ റേഞ്ച് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 4,650 to 4,730 വരെയൊക്കെ ഉള്ളൂ. US സെഷൻ വരെയുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 4,673 വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, സോ 4,650 to 4,000
730. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ, കാരണം റീറ്റെയിൽ സെൽസിൻ്റെ ന്യൂസ് വരാനിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ജപ്പാൻ ഇൻ്റർവെൻഷനാണ്. ഓക്കെ, സോ ജപ്പാൻ ഇൻ്റർവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ്റെ JPY ജാപ്പനീസ് യെന്നിൻ്റെ റേറ്റ് കുറയുന്നതിനനുസരിച്ച്, എൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ കയ്യിലുള്ള ഡോളർ ഡംപ് ചെയ്തിട്ട് അവർ യെന്ന് വാങ്ങി. ഓക്കെ, സോ യെന്ന് വാങ്ങുന്നതിലൂടെ എന്ത് സംഭവിച്ചു? USD JPY നമ്മൾ USD JPYയുടെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ 160 മുകളിലായിട്ട് മാർക്കറ്റ് പോയതാണ്. ഓക്കെ, 160 നിന്ന് 158.5 മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 159 അടുത്തൊക്കെ നിൽക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ JPYയുടെ ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കൂടി. സോ ഇങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും JPYയുടെ റേറ്റ് കുറഞ്ഞതല്ലേ ചെയ്തത്, പക്ഷേ അങ്ങനെയല്ല. USD JPYയിൽ USD എന്ന് പറയുന്നതാണ് ബേസ് കറൻസിയും ജാപ്പനീസ് യെൻ JPY എന്ന് പറയുന്നത് കോട്ട് കറൻസിയാണ്. ഓക്കെ, സോ നേരെ മറിച്ച് നമ്മുടെ GBP USDയിലൊക്കെ GBP ആണ് ബേസ് കറൻസി. സോ അതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ USDയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇത് മുകളിലോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക, ബേസിക് കാര്യം. ഓക്കെ, നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട കാര്യം അല്ലേ. സോ ജാപ്പനീസ് ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ $, ഡംപ് ചെയ്തിട്ട് അവർ യെൻ വാങ്ങി. ഓക്കെ, അതിലൂടെ USD JPYയുടെ പ്രൈസ് താഴോട്ട് പോവുകയുണ്ടായി. ഓക്കെ, സോ ഇതൊരു ഭയങ്കരമായ ഒരു പാനിക് ഒരു സ്കെയറി മോഡ് മാർക്കറ്റിൽ കൊണ്ടുവന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ യെന്ന് കടം മേടിച്ചിട്ട് ബോറോ ചെയ്തിട്ട് അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത നടക്കുന്നുണ്ട്. കാരണം യെന്നിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. ഓക്കെ, സോ ജാപ്പനീസ് യെൻ എക്സ്പെൻസീവ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാർ പാനിക് ആവുകയും ജാപ്പനീസ് അത് അവിടെ ഒരു ലോണിലൂടെ പൈസ ലൂസാകും എന്നുള്ളൊരു തോട്ട് വരികയും അവിടെ സെൽ എവറിത്തിങ് എന്ന് പറയുന്നൊരു തോട്ട് വന്ന് എന്താ പറയുക, ആ ഒരു പൈസ എന്ത് ചെയ്തു? ഒരു സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ജാപ്പനീസ് യെൻ ഇടപെട്ട് യെന്നിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിനെ ഗോൾഡിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണിത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ജാപ്പനീസ് ഇൻ്റർവെൻഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കലി 2 ദിവസമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ എന്താ പറയുക, ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇതൊക്കെയാണ്. സോ നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താ പറയുക, പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ്. സോ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻ ഒക്കെ ഉള്ളൊരു ബ്രോക്കറാണ് നമ്മളുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നമ്മളുടെ $100,000 വരെ നമ്മളുടെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഡീഷണൽ ബോണസ് തന്നെയാണ്. ഓക്കെ, ഇതാണ് കമ്പനിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ കമ്പനി ഒരുപാട് എന്താ പറയുക സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തത് നമ്മുടെ ഈ പറയുന്ന സ്റ്റാർ ട്രേഡറാണ്. NBA സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒഫീഷ്യൽ പാർട്ട്ണർ ഓഫ് NBA ആണ് സ്റ്റാർ ട്രേഡർ. അതൊക്കെ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഡെപ്പോസിറ്റ് ബോണസ് ആക്ച്വലി ഇന്നലെ തീരും എന്നാണ് നമ്മൾ സൈറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ $500 50% ബോണസും ബാക്കിയുള്ള എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ KYC പ്രമാണിച്ചൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഡയറക്റ്റ്ലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കൂടെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നേരെ നമുക്ക് USD JPYയിൽ പോവാം.
സോ USD/JPY ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഒരു റീടെസ്റ്റിൻ്റെ അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്നലെ നമ്മൾ USD/JPY 159 അവിടെ ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 159.20 159 റേഞ്ചിൽ ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൈ ഓർഡർ ഇട്ടിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 158.40 അവിടെയാണ് ഞാൻ സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനത്തുള്ള ആൾക്കാർ ഇപ്പോഴും ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് തന്നെ വെക്കുക. കാരണം എന്താ വെച്ചാൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം മാർക്കറ്റിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ന്യൂസ് വന്നിട്ടുണ്ട്. സോ അത് USD/JPY ബെയറിഷ് ആക്കി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 158.20 അവിടെ വീണ്ടും കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 160.10 അവിടെയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 157.60 അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 158 അവിടെ സെല്ല് ചെയ്താലും ടേക്ക് പ്രോഫിറ്റ് എടുത്താലും തെറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USD വരാം. GBP/USD നമുക്ക് 1.3237 നിൽക്കുന്നു. സോ ബേസിക്കലി നമുക്ക് മാർക്കറ്റ് ഒരു ബെയറിഷ് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ. ഓക്കെ, സോ ഇവിടുന്ന് എനിക്ക് ബൈ അറ്റ് സപ്പോർട്ട് തന്നെയാണ്. കാരണം ഇന്ന് ഉള്ള മിക്ക ക്യാൻഡിലുകളും 1.3200 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ബേസിക്കലി നമുക്ക് യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 11:30 മണിക്ക് ഇന്ത്യൻ ടൈമിങ്ങിൽ നമുക്ക് 1.3200 മുകളിലാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. 1.3210 1.3220 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3160 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.3300 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ EUR/USD 1.1562 നിൽക്കുന്നു. ഓക്കെ, സോ മാർക്കറ്റ് ബേസിക്കലി ഒരു ന്യൂട്രൽ കണ്ടീഷനിൽ നിൽക്കുന്നു. നമുക്കൊരു സെലണ്ടറിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.1600 അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.1640 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.1500 അടുത്തൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, ഗോൾഡ് ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഇത് ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 4550 ഓക്കെ അല്ലേ, 4550 അല്ലേ ഞാൻ പറയാം. യെസ്, 4550 അവിടുന്ന് ഉള്ള ബൈ ഓർഡറാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, സോ 4550 അവിടെ പലവട്ടം മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 31-ാം തീയതി. ഓക്കെ, സോ മാർക്കറ്റ് പലവട്ടം വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴോട്ട് പോയപ്പോൾ 4527.19 വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 4525 താഴെയായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ആർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുമില്ല. നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഇന്നലെ ഒരുപാട് പേര് അടിച്ചിട്ടുണ്ട്. പോലെ 2-3 എന്നെ വിളിച്ച് പറഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷം. ഞാനും പേഴ്സണലി ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ അത് വർക്കായി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇന്നും എനിക്ക് പറയാനായിട്ടുള്ള റേഞ്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 4650 to 4724 റേഞ്ചിലാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് എനിക്ക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് എന്താണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 4700 അവിടെ നിന്നുള്ളൊരു സെല്ലാണ്. ഓക്കെ, സോ 4700 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4700 4710 റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 4700 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4730 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആയതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അധികം നേരം ഹോൾഡ് ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ല. ഓക്കെ, ഇവിടെ നമ്മളൊരു 1:1.5 റേഷ്യോ 1:2 റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടത്. എത്രയും പെട്ടെന്ന് മാറുക. കാരണം മാർക്കറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും അതിൻ്റെ സ്വഭാവം മാറാം. ഓക്കെ, പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 2 മണി 3 മണിക്കൊക്കെ ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, നേരെ നമുക്ക് 4650 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. തെറ്റില്ലാത്ത കാര്യമാണ്.
4625 താഴെയായിട്ട് അല്ലെങ്കിൽ 20 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും വെച്ച് പോവുകയും ചെയ്യാം. അതും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.